ഇപ്പൊ ഇതിന്റെ കട്ടിളയടക്കം പോയി അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അതിനെ പറ്റി എന്താ താങ്കൾക്ക് തോന്നുന്നത്? അങ്ങനെ അങ്ങനെ പറ്റുമോ? കട്ടിള ഒരിക്കലും ഊരാൻ പറ്റില്ലല്ലോ. കട്ടിള കരിങ്കല്ല് കട്ടിളയാ. കട്ടിള അഴിക്കണം വെച്ചാൽ അമ്പലം പൊളിക്കണം. കട്ടിള കരിങ്കല്ല് കട്ടിളയാണ്. അപ്പോൾ കട്ടിളയുടെ മുകളിലുള്ള ആ ആവരണങ്ങൾ, അതായത് ചെമ്പിൽ സ്വർണം പൊതിച്ചിട്ടുള്ള ആവരണങ്ങൾ, കുറച്ച് ചിത്രങ്ങളാണത്. അത് ഞാൻ ഇപ്പോഴല്ല പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. രാശികൾ 12 അതന്നെ 12 രാശികളെ കുറിക്കുന്നതാണ് കൂടുതലും അതിൽ ചെയ്തിട്ടുള്ളത്. ഈ മേടം അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ എമ്പളങ്ങളാണ് അതൊക്കെ. ആട്, കാള, അങ്ങനെ കുറച്ച് എമ്പളങ്ങളുണ്ട്. രാശി സ്വഭാവത്തിൻ്റെ ഒരു ഇതാണ് അതാണ് അത് ആലേഖനം ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഈ ശില്പങ്ങളുടെ വർക്കായാണ് ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. എല്ലാ അമ്പലങ്ങളും പിടിച്ച് ശില്പം എന്താ പറയുക, ചിത്രപ്പണികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ പണി ചെയ്യുന്ന സമയത്ത് ഈ പലതവണ ഇത് വെച്ച് നോക്കാനൊക്കെ പോയ സമയത്ത് ഈ കട്ടിള അവിടെ നിന്ന് അത് ഊരി മാറ്റിയിട്ട് ഈ പറഞ്ഞ കട്ടിള ഊരി മാറ്റാൻ പറ്റില്ല. അങ്ങനെയല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അതിന്റെ മുകളിൽ ഈ ആലേഖനം ചെയ്ത ഭാഗങ്ങൾ മാറ്റിയിരുന്നോ? അതിന്റെ പണികൾ കൂടി ആ സമയത്ത് അവിടെ നടക്കുന്നുണ്ടായിരുന്നോ? അറിയോ? ഇല്ല 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 ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് സംഭവിച്ചുള്ളത്. അതെ. ആ വർക്കുകളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞു, ആ വർക്കുകളെ കുറിച്ച്. പക്ഷേ ഈ ദ്വാരപാലക ശില്പം ഇതുപോലെ ഫസ്റ്റ് പ്ലേറ്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് അതിനവിടെ സ്വീകരണം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ അന്ന് കാത്തുനിന്നു അവിടെ ബാംഗ്ലൂർ കൊണ്ടുവരുന്നുണ്ട്. അന്ന് തന്ത്രി വേണ്ടാന്ന് പറഞ്ഞു ഞാൻ കേട്ടുള്ളത്. അത് ശബരിമല തന്നെ പാടുള്ളൂ, വേറെ എവിടെയും പ്രദർശിപ്പിക്കാൻ പാടില്ല അന്ന് തന്ത്രി പറഞ്ഞിട്ട് ആ പരിപാടി അന്ന് ബ്ലോക്കായി അവിടെ. ആ സമയത്ത് ഞാൻ ജലഹള്ളിയിലുണ്ട്, അയ്യപ്പ ക്ഷേത്രത്തിലുണ്ട്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞില്ലേ ഈ ജലഹള്ളി ക്ഷേത്രത്തിലെ തന്ത്രി പറഞ്ഞൊരു കാര്യം, ശബരിമലയ്ക്കുള്ളത് അയ്യപ്പനുള്ളതാണ്. അപ്പൊ താങ്കൾക്ക് തോന്നിയിരുന്നോ ഇപ്പൊ ഈ എല്ലാ നിർമ്മാണ ജോലികളും കഴിഞ്ഞ് താങ്കൾ പറഞ്ഞല്ലോ ഒരു ഘോഷയാത്രയൊക്കെ ആയിട്ട് പോയി, ജയറാമൊക്കെ പങ്കെടുത്തു, പത്മകുമാർ ഉണ്ടായിരുന്നു, കർണാടകയിൽ നിന്നുള്ള MP-മാരും അവിടെ അങ്ങനെ ഒരു ആ രീതിയിലുള്ളൊരു ചടങ്ങ്, പാതിരിക്കൽ ചടങ്ങാണെങ്കിലും ശരി, അങ്ങനെ ഒരു ചടങ്ങ് അത് ആചാര ലംഘനമല്ലേ ശരിക്കും? അത് സന്നിധാനത്തേക്കുള്ള വാതിലാണ്, ശ്രീകോവിലിന്റെ വാതിലാണ്. സ്വർണ്ണവാതില് അതിലെനിക്ക് ആചാര ലംഘനം തോന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിൽ നേരത്തെ ഉപയോഗിച്ചതല്ല, ഉപയോഗിക്കാൻ പോകണല്ലേ, പുതിയതാണ്. അതിപ്പോ ഒരു പുതിയ ഒരു വാതിലുണ്ടാക്കണു. അതില് ഒരു അപാകത തോന്നുന്നില്ല. അത് വലിയ പരിപാടിയായിരുന്നു അന്ന് അവിടെ നടന്നത്. വലിയ പരിപാടിയാവുന്നു. ഈ പത്മകുമാർ എന്ന് പറയുന്നത് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ആയിരുന്നു. ഈ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ഈ സ്വർണ്ണവാതിൽ വയ്ക്കുമ്പോൾ ഗംഭീര എന്താ പറയുക, മന്ത്രിമാരും സിനിമാ നടന്മാരൊക്കെ അന്ന് ഇങ്ങോട്ട് സംഘടിപ്പിച്ചു എന്നാണ് ഞാൻ കേട്ടത് അവിടെ ജലഹള്ളിയിൽ. ഇപ്പം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് താങ്കൾ അന്വേഷണ സംഘം താങ്കളുമായി ബന്ധപ്പെട്ട് താങ്കളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നോ, വിളിച്ചിരുന്നോ? ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ഈ മാധ്യമങ്ങളിൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴെങ്കിലും വിളിച്ചിരുന്നോ? ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ വിവാദം ഉണ്ടാവണേൻ്റെ 4 ദിവസം മുമ്പ് വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ അതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച തോന്നുന്നു 5-ാം തീയതി ഈ ചാനലിൽ ഞാൻ സംസാരിച്ചതിന് ശേഷം അന്ന് രാത്രി വീണ്ടും ആൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നന്ദകുമാറെ, ഞാൻ വിളിച്ചതിൽ അസ്വാഭാവികതയൊന്നുമില്ല, നിങ്ങളതിൽ മുള്ളാണി അടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി എന്നെ വിളിച്ച കാര്യം എനിക്ക് അവരോട് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ആൾ കട്ട് ചെയ്തു. ബാക്കി പിന്നെ ഒന്നും അറിയില്ല. മുള്ളാണി എന്താണെന്ന് പിന്നെ അങ്ങോട്ട് ഞാൻ വിളിച്ചില്ല. അല്ല, അത് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് വെച്ചു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ നടക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് വിളിക്കേണ്ടവരോട് ഞാൻ വിളിച്ചില്ല.